അൽ ജോസ് വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. മാത്രമല്ല ഇത് താങ്കളുടെ അഭിപ്രായം കൂടിയാണെന്ന് തെറ്റിദ്ധരിക്കും. കാര്യം നിങ്ങൾ ഇപ്പോൾ ലിവിങ് ടുഗദർ ആണെങ്കിലും നിങ്ങൾ തമ്മിലൊരു അവ്യക്തമായ ഒരു ദാമ്പത്യം ഉണ്ടെന്നാണല്ലോ പ്രേക്ഷകർ വിലയിരുത്തുക. അതിനിപ്പോ എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യണ്ട, അതിലൊന്നും ചെയ്യണ്ട. അത് ആലോചിക്കുന്നതിന്റെ തലയിലെഴുത്ത്. പിന്നെ ലിവിങ് ടുഗദറില് എന്താ പറയും, എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളൊരു അർത്ഥം മാത്രമേ എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അതായത് നിങ്ങൾ കണ്ടുമുട്ടുമ്പോഴും നിങ്ങൾ ഒരു കൂരയ്ക്കകത്തേക്ക് ഒരു യാത്രയൊക്കെ അവസാനിപ്പിച്ച് അവിടെ ഒരു ഇടത്താവളം പോലെ ഒരു ദാമ്പത്യം ഞാൻ വിളിക്കുന്നില്ല, വേറെ എന്തൊരു വാക്കും കിട്ടുന്നില്ല. ഇപ്പൊ കുറെ കാലമായിട്ട് നമ്മളൊക്കെ ഈ പങ്കാളിത്തം ആ പങ്കാളിത്തത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് എത്ര കാലം ഈ ഉടമ്പടി മുന്നോട്ട് പോകുന്നുള്ള ഒരു ധാരണയില്ല. ഉടമ്പടി ഉണ്ടോ ഇതിന്? MOU ഇല്ല. അപ്പൊ എപ്പോ വേണേലും അതിന്റെ ആവശ്യം അല്ല, അത് ഇയാളെ മടുക്കുമ്പോ പോകാമെന്നോ അങ്ങനെ ഒരു ഇന്റേണൽ അറേഞ്ച്മെന്റ് ഒന്നും ഇല്ല ഇതിനുണ്ടോ? ഇല്ല. ഞാൻ എന്റെ സന്തോഷം എന്ന് തീരുന്നു എനിക്ക് പോകാം. പുതിയ ഡ്രസ് വാങ്ങി ഒരാൾക്ക് സന്തോഷം തീർന്നു, ഇത് പരീക്ഷിച്ചിട്ടുള്ള വേറെ സംഭവം ഞാൻ ചോദിച്ചറിയട്ടെ. ഓക്കെ, അല്ല ഇതിനകത്ത് നമ്മൾ ഇതിനെ ഇപ്പൊ ഇറങ്ങി പോകുമ്പോ അതിനെ ഡിവോഴ്സ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഡിവോഴ്സ് എന്ന് വിളിക്കേണ്ട കാര്യമില്ല, തന്നെ ഒഴിവാക്കാലോ. അത് പ്രജിയെ പോലുള്ള വക്കീലന്മാർ വിളിക്കുന്നതല്ലേ ഡിവോഴ്സ്. സംഭവമേ വേണ്ട, സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. ഓക്കെ ശരി, നമുക്ക് പറ്റണില്ലെങ്കിൽ വിട്ടുപോകും, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് വരെ വിലയിരുത്തും, നമ്മൾ ഈ നിമിഷം ഈ സംവാദത്തിരിക്കുന്നത് വരെ വാതിൽ വിളിച്ച് പുറത്തു പോകേണ്ട കാര്യമില്ല. അഥവാ ഈ പങ്കാളിയുടെ സന്തോഷം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ അൽ ജോസ് ഈ വന്ന വഴിയെ തിരിച്ചിറങ്ങി പോകുന്നു. അപ്പൊ അൽ ജോസിന്റെ നിലപാട് എന്തായിരിക്കും? അപ്പോ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കും. ജനാധിപത്യം ഇല്ലാത്തൊരു ഇടത്തുനിന്ന് പുറത്തു വന്നു എന്ന് മാത്രമാണ് വിചാരിക്കേണ്ടത്. ഡെമോക്രസി ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യണം, എന്താണ് കാര്യങ്ങൾ, എങ്ങനെയാണെന്ന് അറിയണം. ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. വെളിച്ചം കൊണ്ടുവരുന്ന, അറിവ് കൊണ്ടുവരുന്ന ആർക്കോ വേണ്ടി കാത്തിരിക്കുന്ന കുടുംബം. അവിടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? മാരിറ്റൽ റേപ്പ് ഇഷ്ടംപോലെ കണക്കുകളുണ്ട്. 99% മാരിറ്റൽ റേപ്പാണ്. ആർക്കാണ് താല്പര്യം? കോൺജിക്കൽ റൈറ്റ് ഉള്ളൊരു താങ്കളുടെ ഈ യാത്രക്കിടയിൽ, ഈ ജീവിത യാത്രക്കിടയിൽ, ഈ സംഭവവിപുലമായ യാത്രക്കിടയിൽ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കുട്ടികൾ വേണ്ടാന്ന് തീർച്ചയായിട്ടും ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. അപ്പം ഓരോ കുഞ്ഞും എന്റേതായി കഴിയുമ്പോൾ പിന്നെ എന്റേതും എന്റേതല്ലാത്തതും വരും. വളരെ സിമ്പിൾ ഡിവിഷനാണ്. എന്റേതിനെന്ത്, എന്റേതിനല്ലാത്തത്. ഇത് എല്ലാം അതല്ല അൽ ജോസ്, എനിക്ക് മനസ്സിലായെന്നറിയോ, ഈ സഹോദരന്മാർക്ക് പരമമായ ഒരു അസൂയ നിങ്ങളോടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.